നമസ്കാരം. പിണറായി വിജയൻ ഗ്യാങ്ങിന്റെ അടപ്പിളക്കാൻ അടുത്ത 5 വർഷത്തേക്കും ഗവർണർ പദവിയിൽ ആരിഫ് ഖാൻ തന്നെയെന്നാണ് ഇപ്പോഴും സൂചനകൾ. ഇതോടെ CPM-ന്റെ ആകെ പരിപ്പിളകുകയാണ്. മിസ്റ്റർ സംഘി ഖാൻ, യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് ആർഷോ സംഘം പരിഹസിച്ചത് 8ന്റെ പണിയുമായി. വരാനിരിക്കുന്ന 5 വർഷവും ആരിഫ് ഖാനെ കേരള ഗവർണറായി നിയമിക്കാൻ ചില കാരണങ്ങളുണ്ട്. കേന്ദ്രം ആരിഫ് ഖാനിലൂടെ കേരളത്തിൽ ഉന്നം വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന അദ്ദേഹത്തെ അങ്ങനെയൊന്നും മാറ്റില്ല. കേരളത്തിൽ BJP വോട്ട് നില ഉയർത്തിയിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഭരണവിരുദ്ധ വികാരവും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനുമൊക്കെ ജനകീയരായ ഘടകങ്ങളുമൊക്കെയാണ്. എന്നാൽ അതിൽ ഗവർണറുടെ നിർണായകമായ നീക്കം ആരും കാണാതെ പോകരുത്. പിണറായി സർക്കാരിന്റെയും CPM-ന്റെയും സകല തൊട്ടിത്തരങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഗവർണർക്ക് കഴിഞ്ഞു. സർവകലാശാലകളിലെ CPM അപ്രമാദിത്വത്തെ ഗവർണർ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തു. SFIയെ വാലും ചുരുട്ടി ഓടിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ കാണിച്ച അനീതി തുറന്നു കാണിച്ചു. തെരുവിൽ സർക്കാരുമായും CPM-ഉമായും ഏറ്റുമുട്ടി. ഒരു തരത്തിലും CPM-ന് വഴങ്ങിക്കൊടുത്തില്ല. ഗവർണറെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യാനിറങ്ങിയ SFIയെ വെല്ലുവിളിച്ച BJP കളത്തിൽ വന്നു. ഗവർണറെ BJP അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. പലപ്പോഴും സംഘപരിവാർ ചായ്വ് പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ ഗവർണർ കാണിച്ചു. ഇതെല്ലാം BJPക്ക് അനുകൂലമായ കളമൊരുക്കി. ഓരോ തവണ ഗവർണറുമായി കൊമ്പ് കോർക്കുമ്പോഴും CPM ചിന്തിച്ചില്ല ഇതെല്ലാം BJP അവസരമാക്കുമെന്ന്. സത്യത്തിൽ ആരിഫ് ഖാൻ വെട്ടിയ കുഴിയിൽ വന്ന് വീഴുകയായിരുന്നു CPM. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഗവർണറുടെ പ്ലാൻ പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് തന്നെ. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ സമൂഹത്തെ അദ്ദേഹത്തോട് അടുപ്പിച്ചു. ആ കുടുംബത്തിന്റെ വേദന പോലും കാണാതെ കേസ് അട്ടിമറിക്കാൻ സർക്കാർ കാണിച്ച നാറിയ നീക്കം ആരിഫ് ഖാൻ പൊളിച്ചടുക്കി. VCയെ പുറത്താക്കിയ ഗവർണറുടെ നടപടി വലിയ കയ്യടി നേടി. ആരിഫ് ഖാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പലപ്പോഴും അദ്ദേഹം ഒരു സംഘപരിവാറുകാരനെ പോലെ പെരുമാറി. CPM-നോട് ജനവികാരം ഇളക്കിവിടാൻ ആരിഫ് ഖാൻ ഇട്ട പദ്ധതിക്ക് കഴിഞ്ഞു. ഇതുപോലും മനസ്സിലാക്കാതെ CPM ഗവർണറെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു. വോട്ട് നില കൂട്ടാൻ സഹായിച്ച ആരിഫ് ഖാനെ കേരള ഗവർണറായി തന്നെ കേന്ദ്രം നിലനിർത്തുകയാണ്. അതുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. കേന്ദ്രം പല കളിയും കളിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പരസ്യമായ പോര് മുതൽ തെരുവിൽ SFIയെ നേരിട്ടതുവരെയുള്ള വിവിധ ഘടകങ്ങളാണ് ഗവർണറെ കേന്ദ്രത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളും പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമായെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സർവകലാശാലകളിലെ നിയമനങ്ങൾ, SFI വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സർവകലാശാലകളിലെ നിയമനങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ എന്ന നിലയിൽ സ്വീകരിച്ച നടപടികൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ഇതെല്ലാം ഗവർണർക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിന്റെയും സർക്കാർ അനുകൂല സംഘടനകളുടെയും നേതൃത്വത്തിൽ ജനവിരുദ്ധ നടപടികളാണ് നടക്കുന്നതെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഗവർണറുടെ ഇടപെടലെന്നും BJP വിലയിരുത്തുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് സംസ്ഥാനത്തെ വോട്ടർമാരെ സ്വാധീനിച്ചതായും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടക്കുന്നത്. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ അപകടമുണ്ടായപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് സംഭവ സ്ഥലത്തേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചപ്പോൾ കേന്ദ്ര നിലപാടിനെ പിന്തുണച്ച് ഗവർണർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കേരളത്തിലെ ഒരു മന്ത്രി അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ലെന്നായിരുന്നു വീണ ജോർജ് വിഷയത്തിൽ ഗവർണറുടെ അഭിപ്രായം. പിണറായി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിൽ അദ്ദേഹം രംഗത്ത് വന്നു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചുവെച്ചും ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചും ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച അദ്ദേഹം സർക്കാരിനെ വീർപ്പുമുട്ടിക്കുകയായിരുന്നു. കേരളത്തിലെ ശരിക്കുള്ള പ്രതിപക്ഷമെന്ന വ്യാഖ്യാനം പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ചാർത്തിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം
സർക്കാരിനെതിരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. പങ്കെടുക്കാനാവില്ലെന്ന ചീഫ് സെക്രട്ടറിയോട് തുറന്നു പറഞ്ഞ അദ്ദേഹം സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്ന് വിമർശിക്കുകയും ചെയ്തു. തന്റെ വാഹനം ആക്രമിച്ചു കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അക്രമികളെ മന്ത്രിമാർ പലരും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. നന്ദി.